അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ ഇറാനെതിരായ ആക്രമണത്തിനുള്ള സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ സൗദി അറേബ്യയിലും ചില നീക്കങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ടുകൾ വരുന്നു. യഥാർത്ഥത്തിൽ സൗദി അറേബ്യ ഇറാനെ ആക്രമിക്കാൻ ഒരു നിലയിലും പിന്തുണ നൽകുകയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ചൈനയുടെ മിസാറോഷൻ എന്നറിയപ്പെടുന്ന സാറ്റലൈറ്റ് കമ്പനി പുറത്തുവിട്ടിരിക്കുന്ന ചിത്രങ്ങൾ അത്ഭുതപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഞെട്ടിക്കുന്നു. അമേരിക്കയുടെ വളരെ പ്രധാനമായ ഇറാനെ ആക്രമിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട വിമാനങ്ങൾ സൗദി അറേബ്യയുടെ എയർബേസിൽ വിന്യസിച്ചതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നു. ചൈനീസ് സാറ്റലൈറ്റ് എക്സ്പോസ് മാസീവ് US എയർഫോഴ്സ് ബിൽഡപ്പ് അറ്റ് പ്രിൻസ് സുൽത്താൻ എയർബേസ്. സൗദി അറേബ്യയുടെ റിയാദിലുള്ള പ്രിൻസ് സുൽത്താൻ എയർബേസിൽ 13 KC-135 ടാങ്കേഴ്സ്, അതായത് യുദ്ധം നടത്തുന്നതിനിടയിൽ വിമാനങ്ങൾക്ക് ഇന്ധനം നിറക്കാൻ ആവശ്യമായ ടാങ്കറുകളാണ് ഈ പറയപ്പെടുന്ന KC-135 എന്നറിയപ്പെടുന്ന ടാങ്കറുകൾ. അന്തരീക്ഷത്തിൽ വെച്ച് വിമാനങ്ങൾക്ക് ഇന്ധനം നൽകാനുള്ളതാണ്. രണ്ടാമത്തേത് E-3G അവാക്സ് ആണ്. ഇത് യുദ്ധവിമാനങ്ങൾക്ക് ടാർഗറ്റുകൾ ക്ലിയർ ചെയ്യുന്ന, ലക്ഷ്യങ്ങൾ കൃത്യമാക്കി കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ, രഹസ്യാന്വേഷണങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് അവാക്സ് എന്നറിയപ്പെടുന്ന E-3G അവാക്സ്. അതേപോലെ തന്നെ C-130 ഫ്ലീറ്റ് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനങ്ങൾ, ഇത് ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക് വാർഫെയറുകൾക്ക് വേണ്ടിയാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമുക്ക് ഈ മാപ്പ് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഇറാനെ ആക്രമിക്കാൻ സൗദി അറേബ്യ വളരെ പ്രധാനപ്പെട്ട ഒരു സൈറ്റാണ് നമുക്ക് ബോധ്യപ്പെടും. കാരണം നമുക്കറിയാം, ഇതാണ് സൗദി അറേബ്യ, അതേസമയത്ത് ഇതാണ് ഇറാൻ. സൗദി അറേബ്യയുടെയും അതുപോലെ ഇറാനും തമ്മിലുള്ള ഡിസ്റ്റൻസ് പരിശോധിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൗദി അറേബ്യയുടെ ഈ ഭാഗത്ത് നിന്ന് നമുക്കൊരു പോയിന്റ് ക്ലിക്ക് ചെയ്യാം. അതേസമയത്ത് ഇറാനിൽ ഷിറാസ് ഉദാഹരണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഏരിയയിലുള്ളത് ഏകദേശം 550 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ ദൂരമുള്ളത്. അതായത് സൗദി അറേബ്യയുടെ റിയാദിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ എയർബേസ് ഉള്ളത്. ഏകദേശം 500-600 കിലോമീറ്ററുകൾ മാത്രമാണ് ദൂരമുള്ളത്. അതുകൊണ്ട് തന്നെ നിരീക്ഷണങ്ങൾക്കും അതുപോലെ തന്നെ ഇറാന്റെ മുകളിലേക്ക് എത്തുന്ന യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറക്കാൻ അതുപോലുള്ള കാര്യങ്ങൾക്ക് ഈ സൗദി അറേബ്യയിലുള്ള ഈ താവളം ഉപയോഗിക്കുക എന്നത് വളരെ സുഖകരമായ കാര്യമാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങളാണ് അമേരിക്ക ഇപ്പോൾ നടത്തുന്നത്. സൗദി അറേബ്യ ആ രീതിയിൽ അമേരിക്കക്ക് ഒരു പിന്തുണയും ഇറാനെ ആക്രമിക്കാൻ നൽകുകയില്ല എന്ന് പറയുമ്പോഴും ഈ ബേസുകളിൽ നിന്ന് അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ബ്രിട്ടനിൽ നിന്നുണ്ടാകുന്നത്. UK PM സ്റ്റാർമർ ബ്രോട്ട് ട്രംപ് ഫ്രം യൂസിങ് RAF ബേസ് ടു സ്ട്രൈക്ക് ഇറാനെ ആക്രമിക്കാൻ ഡീഗോ ഗാർഷ്യ അടക്കമുള്ള അമേരിക്ക ഒരുപക്ഷെ ആക്രമണം നടത്തുകയാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ഡീഗോ ഗാർഷ്യ ദ്വീപിൽ നിന്നായിരിക്കും ആക്രമണം നടത്തുക എന്ന് വലിയ രൂപത്തിലുള്ള പ്രചാരണമുണ്ടായിരുന്നു. എന്നല്ല, കഴിഞ്ഞ ദിവസമാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്, ഇറാൻ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ആണവ കരാറിൽ ഒപ്പുവെക്കാൻ സന്നദ്ധരായിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് ഡീഗോ ഗാർഷ്യ ഉപയോഗിക്കേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ UK ഈ ഒരു എയർബേസ് ഉപയോഗിക്കാൻ അനുവദിക്കുകയില്ല എന്ന, അതായത് സ്റ്റാർമർ UKയുടെ പ്രൈം മിനിസ്റ്റർ തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ അന്താരാഷ്ട്ര പത്രങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കാഴ്ചപ്പാട് പ്രകാരം ഇതൊരു പുകമറ മാത്രമായിരിക്കാനാണ് സാധ്യത. അതായത് ഇറാൻ ഒരു മുൻകൂർ ആക്രമണം നടത്തുകയാണെങ്കിൽ അത് ഡീഗോ ഗാർഷ്യയിലേക്ക് ആക്രമണം നടത്താതിരിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാകാനാണ് സാധ്യത. പക്ഷേ ചൈനയുടെ അതിശക്തമായ സാറ്റലൈറ്റ് സംവിധാനങ്ങൾ അമേരിക്കയുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, ഏതൊരു ഇന്റലിജൻസ് റിപ്പോർട്ടും ഞങ്ങൾക്ക് അമേരിക്ക ആക്രമിക്കാൻ സന്നദ്ധരാകുന്നു എന്ന് ലഭിച്ചു കഴിഞ്ഞാൽ ഉടനെ ആക്രമണം ഉണ്ടായിരിക്കുമെന്നാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇറാൻ UN സെക്യൂരിറ്റി കൗൺസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. അമേരിക്ക ഭീതി പരത്തുന്ന രീതിയിൽ ചുറ്റുഭാഗത്തും സൈനിക സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ സ്വയം സുരക്ഷയ്ക്ക് വേണ്ടി ഒരു ആക്രമണം നടത്തേണ്ടി വന്നാൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. മാത്രമല്ല, അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള ബേസുകളും അതുപോലെ തന്നെ താല്പര്യങ്ങളെല്ലാം ഞങ്ങൾ ആക്രമിക്കും. അത് നിയമപരമായി അംഗീകരിക്കാൻ കൂടെയാണ് ഇറാൻ ഇങ്ങനെ ഒരു കാര്യം UN സെക്യൂരിറ്റി കൗൺസിലിന് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇറാൻ ഒരുപക്ഷെ ഒരു മുൻകൂർ ആക്രമണം ഉടനെ നടത്താനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ആക്രമണം ഉടനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
ആ ഒരു സാധ്യത കണക്കിലെടുക്കുമ്പോൾ അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ തന്നെ വലിയ രൂപത്തിലുള്ള മുൻകൂർ ആക്രമണം ഇറാൻ നടത്താൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഈ മുൻകൂർ ആക്രമണം എന്ന് പറയുമ്പോൾ കേവലം ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമായിരിക്കുകയില്ല, ഈ മുൻകൂർ ആക്രമണം വ്യാപകമായിരിക്കും എന്നുകൂടെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനർത്ഥം അമേരിക്കയുടെ ഏതെങ്കിലും ഒരു ബേസിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഏതെങ്കിലും ഒരു ബേസിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെയോ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കില്ല ഇറാന്റെ മുൻകൂർ ആക്രമണം. മുൻകൂർ ആക്രമണം നടത്തുമ്പോൾ അമേരിക്ക എവിടെയെല്ലാം സൈനിക സന്നാഹങ്ങൾ ഒരുക്കി വെക്കുന്നുണ്ടോ അവിടേക്കെല്ലാം മുൻകൂർ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഇറാൻ ഇപ്പോൾ ഈ സൂചിപ്പിച്ച ഈ കാര്യങ്ങളിലൂടെ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.